എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Splendor, relaxation, activation, reflection, healing, divine support. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സാധ്യതകളുള്ളൊരു മാസം എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമാണ് സ്പ്ലെൻഡർ. ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ ഒരു മാനസികമായിട്ടൊരു സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. കൂടുതലായിട്ട് ഒരു ദൈവികമായിട്ടുള്ളൊരു ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം ഒരു ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാവുക, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ചകൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒത്തുചേർന്നിട്ട് യാത്രകൾ, വിനോദസഞ്ചാരങ്ങൾക്ക് പോകാൻ പറ്റുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീട്ടിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ ഫാമിലിയായിട്ട്, ഇപ്പോൾ നിങ്ങൾ തറവാട് ഒരുമിച്ച് അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നവർ, ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്ന ചേട്ടാനിയന്മാരോ സഹോദരങ്ങൾ തമ്മിൽ ഒരു പക്ഷേ നിങ്ങൾ വീട് മാറാൻ ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട് മാറാനോ നിങ്ങൾ ഒരുമിച്ച് തറവാട്ട് വീട്ടിലാണ് എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്നതാവാം. അതല്ല എങ്കിൽ ചില ആളുകൾക്ക് മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്കാണെങ്കിലും വേറൊരു സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു വീടെടുത്ത് മാറുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് വീട് മാറുന്ന ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വീട് മാറുന്നതായിരിക്കില്ല. കുടുംബത്തിലെ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലൊരു അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവാം. എന്തെങ്കിലും പുതുക്കി പണിയാൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പുതുക്കി പണിയലുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സംതൃപ്തി കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഒരു മാറ്റം കുടുംബാന്തരീക്ഷത്തിൽ. ചില ആളുകൾ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ, അപ്പോൾ വീട്ടിൽ ചെടികൾ നട്ടുപിടിപ്പിക്കും, അല്ലെങ്കിൽ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ പൂക്കൾ, ചെടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവർക്ക് നല്ല രീതിയിലുള്ളൊരു റിട്ടയർമെൻറ്റ് സാഹചര്യം കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ റിട്ടയർ ആവാൻ പോകുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഉത്സാഹമുള്ള കാര്യമായിരിക്കില്ല. കാരണം നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിട്ടയറായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളായിട്ട് ഒരു ചെറിയ രീതിയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു കൊച്ചു ബിസിനസ് എന്തെങ്കിലുമൊക്കെയോ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്, അതേസമയം നിങ്ങൾക്ക് ആവശ്യത്തിന് റിലാക്സ് ചെയ്ത് സമയം കിട്ടുന്നുണ്ട്, അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. പൊതുവിൽ ഈ ഒരു മാസത്തിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എനർജി കാണിക്കുക, അതൊരു റിലാക്സിങ് എനർജി കാണിക്കുക. അതായത് നിങ്ങൾ പൊതുവേ വീട്ടിൽ, ഇപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ ജോലി ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്, എന്നിട്ടും റിലാക്സ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല, അത് ശരിയാവില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ അവസരം എന്ന് പറയാം. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മറ്റാരെങ്കിലോ ദൂരെ താമസിക്കുന്ന ഏതെങ്കിലും ബന്ധുക്കളോ അവരുടെ എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലെ മൊത്തം പണി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ മാറി നിൽക്കൽ
നിങ്ങൾക്ക് വളരെയധികം ശരിക്കും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്ന ഒരു സമയം. കാരണം മാറി നിൽക്കുന്നിടത്ത് ഒരു പക്ഷേ മറ്റു ജോലികൾ ചെയ്യാൻ ആളുകളുണ്ടാവാം, നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം, അതായത് നിങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസരം ഈ മാസത്തിൽ കിട്ടുന്നതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അങ്ങനെ ഉണ്ടായെന്ന് വരില്ല ചില ആളുകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ആരെയും പേടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ അവരെ പേടിച്ചിട്ട് നിങ്ങൾ പലതും ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, കലാകായിക മേഖലകളിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവയിൽ അതായത് നല്ല സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ നേടുന്നതുമായിട്ടുള്ള ഒരു സൂചന ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ അത്ര ഒരു വിശ്വാസം ഇല്ലാതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിവ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുക. അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് റിഫ്ലക്ഷൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും പോരായ്മകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഏതൊരു സ്വഭാവം, അതെങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നതാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്നതാവാം. എന്തായാലും നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു സ്വഭാവം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ശീലമായിരിക്കാം, ദുശീലങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ ഒരു ശീലം മാറ്റുന്നതായിരിക്കും. ദുശീലം എന്ന് പറയുമ്പോൾ സിഗരറ്റ് വലിക്കുക, കള്ളുകുടിക്കുക അങ്ങനത്തെ ഒരു കാര്യം മാത്രമായിരിക്കണമെന്നില്ല. ചില ആളുകൾ വെറുതെ ഇപ്പോൾ പഞ്ചസാര തിന്നുന്ന ശീലം ഉണ്ടാവും, ആവശ്യത്തിൽ കവിഞ്ഞു മധുരം കഴിക്കുന്നുണ്ട്, ഒത്തിരി സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ളൊരു ദുശീലം എന്ന് പറയുമ്പോൾ അത്ര നല്ലതല്ലാത്ത ശീലങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഭാവിയിൽ. എന്തായാലും പലരും ദുശീലങ്ങളൊക്കെ മാറ്റി വെച്ചൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ഒരു പക്ഷേ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മ, ഇവയൊക്കെ നിങ്ങൾക്കൊരു അങ്ങനെ ഒരു ശീലമാണ് എങ്കിൽ ആ ശീലങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന സമയമാണ്. പുതിയൊരു ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം കുറച്ച് നാളായിട്ട് ജോലി ഇല്ലാത്തതിൻ്റെ ഒരു സമാധാനക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും ലൈഫിൽ എന്താണോ എവിടെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഫാമിലിയിൽ പുതിയൊരു മെമ്പർ കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കുട്ടികൾ, ആദ്യത്തെ കുട്ടി കുറച്ച് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ആഗ്രഹിക്കുന്നവർക്ക് സെക്കൻഡ് ആയിട്ട് രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം പ്രഗ്നൻസി സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഡിവൈൻ സപ്പോർട്ടാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, കുറച്ചധികം മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഫീൽ ഗുഡ് തോന്നിക്കുന്ന സമയമാണ്. അത് ഒന്ന് ചില ആളുകൾക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രണയ സാക്ഷാത്കാരം എന്നുള്ള രീതിയിലാവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് കാറ് വാങ്ങിക്കുന്നത്, വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതുപോലെ വളരെയധികം ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച് നല്ല രീതിയിൽ നിങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയം വാഹനം വാങ്ങിക്കുന്നതോ ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കുന്നതിനോ ഒക്കെയുള്ളൊരു സാഹചര്യമോ സാധ്യതയോ ഒക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.